ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒനീലിനെയും അക്ബറിനെയുമാണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ടുപേര് കൂടി ഈ ആഴ്ച പുറത്തായിരിക്കുകയാണ്. ആ രണ്ടുപേരുടെ വളരെ നാടകീയമായ പുറത്താകൽ, അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രണ്ടുപേർ പുറത്തായി പോയിരിക്കുന്നു. അഭിലാഷ് ആൻഡ് നിഷിൻ. അപ്പോൾ ഈ നിഷിൻ എന്ന് പറയുന്ന ആൾ 28ാമത്തെ ദിവസം കഴിഞ്ഞാണ് വരുന്നത്, ബിഗ് ബോസിൽ ജോയിൻ ചെയ്യുന്നത്. അഭിലാഷ് ആദ്യം തൊട്ട് ഇന്നേക്ക് എവിക്ഷൻ ആകുന്നിടം വരെ ഏകദേശം 60 ദിവസങ്ങളോളം പൂർത്തീകരിച്ചു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിഷിൻ എന്ന വ്യക്തിത്വം അദ്ദേഹം വരുന്ന ആ ഒരു എൻട്രി ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ആർത്തലച്ച് വളരെ ഉന്മത്തനായി അദ്ദേഹം എന്തൊക്കെയോ ബിഗ് ബോസിൽ ഹൗസിൽ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഇനിയും കാണാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വന്നതാണ്. പക്ഷേ പുലി പോലെ വന്ന് എലി പോലെ തിരിച്ചു പോവുക എന്ന് പറയില്ലേ, അതുപോലെയുള്ള സംഭവങ്ങളാണ് നടന്നത്, നമ്മൾ കണ്ടത്. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ദുബായിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ ബിഗ് ബോസ് കണ്ടവർ എത്ര പേരുണ്ട് ലൈവായിട്ട് എന്നെനിക്കറിയില്ല. എങ്കിലും ഞങ്ങൾ സ്ഥിരമായി കാണാറുള്ള, കുടുംബസമേതം കാണാറുള്ള ഈ ഷോയുടെ പ്രത്യേകിച്ച് വീക്കെൻഡ് എവിക്ഷൻ 2 ദിവസത്തെ പരിപാടി, പിന്നീട് ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തു കാണുന്ന ഒരു രീതിയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ കൂടി നമ്മൾ കാണാറുള്ളത്. എന്തായാലും ഈ പ്രാവശ്യത്തെ എവിക്ഷനിൽ അഭിലാഷ് കൂടി ഉൾപ്പെട്ടു വന്ന ആ ഒരു രംഗം കൂടി കാണുന്നുണ്ട്. നമ്മൾ ചോദിച്ചത് എങ്ങനെയെന്ന് ഒരുപക്ഷെ സർപ്രൈസ് ആകുമായിരിക്കാം, ചിന്തിക്കാം. അതിന് യാതൊരു സംശയവുമില്ല, നിസ്സംശയം പറയാം. കാരണം അവർ തമ്മിലുണ്ടായ ആ ഒരു സംഘട്ടനം, ആ ഒരു ഏറ്റുമുട്ടൽ, ആ ഒരു വഴക്ക് തന്നെയാണ് അതിന് കാരണം. ഈ വഴക്ക് എങ്ങനെ തുടങ്ങിയെന്നോ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവർ പെട്ടെന്ന് രണ്ടുപേരും പൊട്ടിത്തെറിച്ച് അങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അടുക്കള കാര്യം, അല്ലെങ്കിൽ അരമര രഹസ്യം അങ്ങാടിപ്പാട്ടായി എന്ന് പറഞ്ഞ പോലെ അടുക്കള കാര്യത്തിൽ എന്തോ സംഭവിച്ചത്, അത് വെളിയിൽ ലീക്കായി വന്നത് പെണ്ണുങ്ങളായ കണ്ടസ്റ്റൻറ്റുകൾ വഴി അത് എങ്ങനെയൊക്കെയോ ചെവികളിലെത്തി ലീക്കായി 2 പുരുഷ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ആ ഒരു തമ്മിലടിയിലേക്ക് വന്ന് എത്തിച്ചേർന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതവിടെ പുരുഷന്മാരോ സ്ത്രീകളോ എന്നുള്ളതല്ല വിഷയം. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആ ഒരു വിഷയം, അത് കേട്ട കാര്യങ്ങൾ അവർ തമ്മിൽ സംഘട്ടനത്തിലെത്തിയപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്മയത്വത്തോടു കൂടി അങ്ങനെയാണെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാകും. തീർച്ചയായും അത് ശരിയായ ഒരു രീതിയല്ല. കാരണം ഒരു ബിഗ് ബോസ് ഹൗസിൽ കൈ എടുത്ത് നമ്മൾ പ്രയോഗിക്കരുത് എന്ന് പ്രത്യേകം അവർ നിർദ്ദേശവും നിയമവും ഉണ്ട്. അത് ലംഘിച്ചാണ് അവർ അന്ന് ആ പ്രകടനം നടത്തിയത്. അത് ഗെയിം കളിച്ചാണെങ്കിൽ പോലും ആ പ്രകടനം നടത്തിയാൽ അതൊരു തെറ്റായ സന്ദേശം നൽകും. ഇനിയുള്ള ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിലൂടെ അങ്ങനെയുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അവരങ്ങനെ ഒരു കയ്യാങ്കളിക്ക് തയ്യാറായാൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ച് നോക്കുക. എന്തായാലും ഈ ഒരു ഷോ ഒരു തികച്ചും നാടകീയമായിട്ടാണെങ്കിലും ഈ ഒരു ഷോയിൽ കൂടി വ്യക്തമായ മെസ്സേജാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത്. അതായത് എവിക്ഷനിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മൾ പലരും കരുതിയിരുന്നവൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. എന്തായാലും ബിഗ് ബോസ് വളരെ നല്ലൊരു വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ കാര്യങ്ങളുമായി വരാം. എന്തായാലും അടുത്ത ആഴ്ചയിലെ ഹൈലൈറ്റ്സും കാര്യങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, വീണ്ടും കാണാം. ജയ് ഭാരത് മാതാ.